ഫോക്ക് റൗണ്ടിൽ നമ്മുടെ അടുത്ത പെർഫോമറിന്റെ വേദിയിൽ അയ്യോ ഇവനില്ലാത്ത കാര്യം ഞാൻ മറന്നുപോയി. അരുൺ എവിടെ പോയി? അരുൺ അരുൺ അരുണേ അരുണേ ദീപം ദീപം ദീപമില്ലാണ്ട് ദീപം പറയുന്നത് ആദ്യമായിട്ടാ. ഇത് എന്താടാ അത്? വേദിയിലിരിക്കുന്ന ചിരസ്മരണീയരായ നർത്തകരെ, ഇന്നിവിടെ നടക്കാൻ പോകുന്നത് നാട്യരംഗത്തെ ഒരു പുതിയ ഒരു ഏടാണ്. ഈ ഏട് ഉണ്ടാക്കിയത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ഇത് ഈ DKDയുടെ ഫ്ലോറിൽ ഒരു ചരിത്ര സംഭവം തന്നെയാണ് ഈ തുണിക്കടിയിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് തുടക്കം കുറിക്കാനായിട്ട് എൻ്റെ ജ്യേഷ്ഠ തുല്യനായ ആദരണീയനായ ശ്രീ സംവിധായകൻ ജോർജ് ചേട്ടനെ ഞാൻ സ്റ്റേജിലോട്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വിളിക്കുകയാണ്. മലയാളം പഠിക്കണം. ആദരപൂർവ്വം ചുമ്മാ വളരെ സീരിയസ് അല്ല, എന്ത് സംഭവം? അദ്ദേഹം വന്നാലേ ഞാൻ നീ അതിന്റെ ഉള്ളിൽ വല്ല ബോംബ് വെച്ചിട്ടുണ്ടെങ്കിലോ? അങ്ങനെ ഞാനും പൊട്ടിത്തെറിച്ചാവില്ലേ? അത് എനിക്ക് വിഷയമല്ലല്ലോ. പണിയാണോ? നീ കാര്യം പറ. ഇല്ല, ഇത് ചേട്ടൻ വന്നേ തുറക്കുള്ളൂ. ഈ പരിപാടിയുടെ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ചാണ് എല്ലാരെ കുറിച്ചും ഇതിനകത്തുണ്ട്. തുറന്നോളൂ. തുറക്കട്ടെ? തുറന്നോളൂ. ബുക്കാണ്. ഒന്ന് പൊക്കി അതിന്റെ പൊക്കി കാണിക്കുക. ഹൗ ടു ലേൺ ഡാൻസ് ഇൻ 30 days. ഒന്ന് ക്ലോസപ്പിൽ കാണിച്ചു കൊടുക്കൂ. എല്ലാരും കാണിച്ചു കൊടുക്കൂ. ഹൗ ടു ലേൺ ഡാൻസ് ഇൻ 30 days ഇവന്റെ പാഠവും. അതെ, ഇത് ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും മെന്റർമാരുണ്ട്, ജഡ്ജസ് ഉണ്ട്, മറ്റേ ശിഷ്യന്മാരുണ്ട്. അയ്യോ, അതിനിടയ്ക്ക് റിബൺ ഒന്ന് മുറിക്കോ? തരും. ഈ ബുക്ക് നിങ്ങൾക്കുള്ള പ്രകാശനമായതുകൊണ്ട് നമ്മളെല്ലാരും അരുണിന്റെ ഈ ഒരു ഉയർച്ച നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്റെ നെഞ്ചത്തോട്ട് ഉദ്ഘാടനം ചെയ്യാനല്ല പറഞ്ഞത്. ഓക്കെ, ഇതിങ്ങനെ വെച്ചോളൂ. അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ, ഞാൻ ഈടായിട്ട് ടാങ്കോ ജഡ്ജസിന് പോലും അറിയാത്ത ദഫുമുട്ട് തുടങ്ങിയ നൃത്തരൂപങ്ങളെ കുറിച്ച് പറയുന്നതൊക്കെ. അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കാരും പറഞ്ഞു തന്നിട്ട് ഞാൻ പഠിക്കുന്നതല്ല, പിന്നെ ഞാൻ പ്രകൃതിയിൽ നിന്ന് ഇതൊക്കെ പഠിക്കുകയാണ്. പിന്നെ നിങ്ങളെല്ലാവരും പറയുന്നത് കേട്ടും കണ്ടറിഞ്ഞും മനസ്സിലാക്കിയും പ്രകൃതിയിൽ നിന്ന് ഞാൻ നൃത്തം പഠിച്ചിങ്ങനെ സ്റ്റെപ്പുകളാക്കി മാറ്റി എങ്ങനെ പാവപ്പെട്ട കുട്ടികൾക്ക് നൃത്തം പഠിക്കാം എന്നുള്ളതാണ് ഈ പുസ്തകത്തിനകത്തുള്ളത്. ഞാനിത് എഴുതി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരു പുസ്തകം വേറെ ഈ മാഗസീൻ എന്റെ ചിത്രം വന്നു. പവർ സ്റ്റാർ എന്നാണ് അവരെന്നെ ഈ പുസ്തകത്തിൽ വിളിക്കുന്നത്. മാഗസീൻ ഇല്ല, ഇത് എല്ലാവർക്കും കാണാനായിട്ട് ഇത് ഞാൻ ഓൺലൈനിലൂടെ വിൽപ്പന നടത്തുന്നുണ്ട്. ഒരു മിനിറ്റ്, ഇവിടെ ഡാൻസിംഗിന്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ഡാൻസിംഗിന്റെ സ്പെല്ലിംഗ് എങ്കിലും കറക്റ്റ് ആണ്, ചളവാക്കരുത്. ഒന്ന് മാറി നിൽക്കൂ. അപ്പോൾ ഇത് ഓൺലൈനിലൂടെ വിൽപ്പന ഉള്ളതുകൊണ്ട് ഒന്ന് സ്ക്രീനിൽ എല്ലാവരും എൻ്റെ പുസ്തകങ്ങളുടെ രൂപം ഒന്ന് കാണിച്ചു കൊടുത്താൽ, വെബ്സൈറ്റിൽ $2 കൊടുത്താൽ ഈ പുസ്തകം കിട്ടും. എന്താണ് ചിരിക്കുന്നത്? അപ്പോൾ ഈ പുസ്തകം പവർ സ്റ്റാർ മാൻ ഫുൾ ഓഫ് ഡാൻസ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒന്നാമത്തെ പുസ്തകം എഴുതി തുടങ്ങിയപ്പോൾ തന്നെ രണ്ടാമത്തെ പുസ്തകത്തിന് എനിക്ക് ഓർഡറായി. അത് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് ആരുടെയും ആവശ്യമില്ല. അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ചിത്രം ആരാണെന്ന് ഞാൻ ഓൾറെഡി ടൈപ്പായി ഒന്ന് കാണിച്ചു കൊടുക്കാം. അദ്ദേഹമാണ് എൻ്റെ പുസ്തകം ഉദ്ഘാടനം. എൻ്റെ സ്റ്റെപ്പുകളൊക്കെ കണ്ട് എൻ്റെ ടെക്നീക്കുകൾ കണ്ടപ്പോൾ തന്നെ പുള്ളിയുടെ കണ്ണങ്ങട് നിറഞ്ഞു പോയി. പിന്നെ പറഞ്ഞു, ഈ പുസ്തകം എനിക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ നീ എനിക്കൊരു അവസരം. എന്റെ ദൈവമേ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് വേറൊരു കൊച്ചു പുസ്തകം കൂടി ഉണ്ട്. ആ പുസ്തകം അതല്ല. ഈ മനുഷ്യൻ പറഞ്ഞ ഹിന്ദിയിലെ കമന്റുകൾ നാട്ടിൽ ആർക്കും മനസ്സിലാവുന്നില്ല. അത് ഞാൻ തർജ്ജമ ചെയ്ത് ഇതിനകത്ത് ഞാൻ ഹിന്ദി അറിയാത്ത നീ മലയാളത്തിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും 10 പേര് പുള്ളി പറയുന്നത് വായിച്ചോളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. നിങ്ങൾ ആര് ഏതാണ് കാണിക്കുന്ന ഏത് സ്റ്റെപ്പും വലിയ ഡാൻസ്, നീ അല്ല വലിയ അഹങ്കാരം. ഏത് സ്റ്റെപ്പ് ഇട്ടാലും
അത് ഞാൻ പ്രകൃതിയിൽ നിന്ന് ഈ പുസ്തകത്തിലെ ടെക്നിക്ക് ഉപയോഗിച്ച് ആ. എങ്ങനെ കളിക്കാം ആ. എന്ന് ആർക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കും. ആ സ്റ്റോപ്പ് 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 കളിച്ചോട്ടെ, പിള്ളേർ കളിച്ചോട്ടെ, ഓക്കെ കളിച്ചോട്ടെ, നിർത്തണ്ട. She was more like a beauty queen from a movie scene. I said, don't mind, but what do you mean now? ഓക്കെ സ്റ്റോപ്പ്. ഈ സ്റ്റെപ്പ് ഒക്കെ നിനക്ക് ചെയ്യാൻ പറ്റും അരുൺ? രണ്ട് പിള്ളേർ ഇപ്പൊ ആരെ വിളിക്കുക? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഇനി വേണ്ട, ആരാ? നിനക്ക് തടിയുള്ള സംഭവം വിളിച്ചോ. മനോജും വന്നോ? എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓരോ സ്റ്റെപ്പിനും ഓരോ കഥകളുണ്ടാവും. ആ കഥകൾ വെച്ചിട്ട് നീ അതെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കളിക്കുമ്പോൾ ഇത് സെറ്റാവും, നീ പേടിക്കണ്ട. ആദ്യമായി തന്നെ ആ മ്യൂസിക് ഒന്നുകൂടി ഇടാവോ? ഓക്കെ 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 സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇത് ആദ്യം ഇത് ഞാൻ പല ഭാഗങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളൂ, അല്ല ടെക്നിക്ക് അവർ പഠിക്കും, മനസ്സിലായോ? ആദ്യമായി തന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നിനക്കൊരു പെങ്ങളില്ലേ? ഓൾഡ് നിക്കാഹാന്ന് കരുതുക. അപ്പോൾ ഈ കല്യാണ ചെറുക്കനെ എല്ലാവരും നമ്മുടെ വീട്ടിൽ വന്നു. ഓക്കെ, അപ്പോൾ കല്യാണ ചെറുക്കൻ എല്ലാവരും ഇരുന്ന് സദ്യ കഴിക്കുകയാണ്. എനിക്ക് ബിരിയാണിയാണല്ലേ, എൻ്റെ ഉപ്പല്ലേ ബിരിയാണി, ബിരിയാണി ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പാറ്റ വരികയെന്ന് നീ കരുതുക, ഒരു പാറ്റ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ വേറെ ആരും ഈ പാറ്റേനെ കണ്ടിട്ടില്ല. ഈ പാറ്റയെ കണ്ടാൽ നിൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം തകരും. അപ്പം നീ പാറ്റേനെ എന്ത് ചെയ്യണം? ആരും അറിയാതെ ചവിട്ടി കൊല്ലണം. ബിരിയാണി ഇല്ലയോ? മനസ്സിലായോ? നിലത്തൊരു പാറ്റയുണ്ട്, അവരാരും ഇത് കണ്ടിട്ടില്ല. ഇത് ബിരിയാണി എന്നല്ലേ പറഞ്ഞത്? ആ ബിരിയാണി തിന്നുമ്പോ പാറ്റ വന്നാൽ പാവപ്പെട്ടവരാന്ന് ആളുകൾ അങ്ങനെ. തെറ്റിദ്ധരിക്കുമല്ലോ. അങ്ങനെ, അങ്ങനെ. കുടുംബത്തിന്റെ അന്തസ്, പെങ്ങളുടെ കല്യാണം എല്ലാം തകരും. ആ. അപ്പൊ ചവിട്ടി. ഓക്കെ, ചവിട്ടാൻ വരുമ്പോൾ ആശാൻ പറഞ്ഞുതരാം. അപ്പൊ നിൽക്കും. അത് കഴിയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പാറ്റ നിന്റെ ചെരുപ്പിന്റെ അടിയിലുണ്ട്. ഇത് വേറെ ആരും അറിയാൻ പാടില്ല. ആ ഇതിനെ എവിടെയെങ്കിലും കൂടെ നിക്ഷേപിക്കണം. ആ അപ്പൊ നമ്മള് നമ്മുടെ അടുക്കളയിലെത്തി. അപ്പോഴും അവർ ഭക്ഷണം കഴിക്കുകയാണ്. നമ്മുടെ കാലിൻ്റെ അടിയിലുണ്ട്, പക്ഷെ ഇത് ചത്തിട്ടില്ല. നിന്റെ ആ ചവിട്ട് ശരിയായില്ല. ഈ പാറ്റനെ നമുക്ക് കൊന്ന് നമ്മുടെ പെങ്ങളുടെ കല്യാണം തകർക്കാൻ വന്നവനാ. അവനെ വെറുതെ വിടരുത്. അവനെ നമ്മളിങ്ങനെ ഞെരിക്കണം. ഞെരിച്ച് അവനെ നമ്മള് കൊന്ന് പണ്ടാരടക്കണം അവനെ. അവൻ നമ്മുടെ ശത്രുവാണ്. ഓക്കെ, ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ കഥ ഇങ്ങോട്ട് വിട്ടേര്. എല്ലാ കഥയും കണക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടെക്നിക്ക് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വേറൊരു കഥ എടുക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൈവറ്റ് ബസ്സിൽ പോയിട്ടുണ്ടോ നീ? കംപ്ലീറ്റ് ആ കളിച്ചവനെ കൂട്ടുള്ള പൂവാലന്മാരാണ്. ഓരിങ്ങനെ പെമ്പിള്ളേർ നിൽക്കണ്ട. നീ ഇങ്ങോട്ട് വന്നേ, നീ വാ. ഇങ്ങനെ പ്രൈവറ്റ് ബസ്സിൽ ഇങ്ങനെ തിരിഞ്ഞ് പെമ്പിള്ളേർ നിൽപ്പുണ്ടാവും. അപ്പോൾ റംസാനെ പോലുള്ള പൂവാലന്മാർ ഓരിങ്ങനെ തോണ്ടാൻ വരും. അപ്പോൾ പെണ്ണ് കുറച്ച് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ പോയിട്ട് അപ്പൊ പിന്നെ മുന്നോട്ട് പോകും. അപ്പോൾ വീണ്ടും വേണ്ട കുരിശ് എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ മുന്നോട്ട് പോകും. അപ്പോൾ വീണ്ടും വന്ന് തോണ്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ പെണ്ണ് നമ്മൾ തോണ്ടി അവളുടെ ക്ഷമ നശിച്ച്, അവളുടെ ക്ഷമ നശിച്ചില്ലപ്പാ, തകർന്നോള്. ഇനി അവൾ നമ്മൾ അടിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അവൾക്ക് നമ്മൾ മനസ്സിലായെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത സ്പോട്ടിൽ അടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തിരിഞ്ഞോണം, അല്ല അടി കറക്റ്റ് മുഖത്ത് വീഴും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് പശുവിനെ കറക്കുന്നത്? പശുവിനെ കറക്കുന്നതിന് മുന്നേ അകിട് ആദ്യം കഴുകും. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് കഴുകുന്നത്? നമ്മളിങ്ങനെ അകിട് കഴുകും. പക്ഷെ ഇങ്ങനെ മാത്രം കഴുകിയാൽ ഇത് വൃത്തിയാവൂല. ചില പൈക്കൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് തടുമ്പോൾ അവൻ ഇങ്ങോട്ട് മാറും. അപ്പം നമ്മൾ അവൻ്റെ ഒപ്പം പോകണം. പക്ഷെ അവൻ ഇങ്ങോട്ട് പിന്നെ മാറും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഒന്നുകൂടെ മാറണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പിടിച്ച് തിരിഞ്ഞെന്ന് റെഡി. 1 2 3 1 2. നമ്മൾ ഇതിനെ കഴുകി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്? നമ്മൾ കറക്കാനായിട്ട് റെഡി ആവുക. അമർന്നിരിക്കുക. ഇരുന്നല്ലോ. ഓക്കെ, നമ്മൾ കറക്കുന്നത് എങ്ങനെയാ? പിടിക്കൂ. ചില പശുവും ചാടും. ഒന്നുകൂടെ ഉയരെ. അവർക്ക് ഇഷ്ടപ്പെടില്ല. ഒന്നും ചാടാ. ചാടി. ഓക്കെ, പെട്ടെന്ന് പെൺകുട്ടി പോയി കഴിഞ്ഞു. അപ്പൊ ഒന്നുകൂടെ തിരിയാ. പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? ബസ്സിലെ പെൺകുട്ടി. ഇപ്പോഴും നീ അവിടെ നിൽക്കാം. ഇത് കഥകൾ തമ്മിൽ കണക്ട് ഉണ്ട്. അല്ല വേണ്ട, നിങ്ങൾക്ക് എന്റെ പുച്ഛമാണല്ലോ. ഇനി നമുക്ക് ഈ ഡാൻസ് ഒന്ന്, ഈ കഥകളെ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ഞാൻ കഥ പറയുന്നതിനൊപ്പം മ്യൂസിക്കിനൊപ്പം കളിച്ചാൽ മാത്രം മതി. ഡാൻസ് തന്നെ
വന്നോളൂ. ഓക്കെ, മ്യൂസിക് ഇട്ട് ഞാൻ പറയുമ്പോൾ തുടങ്ങാവുള്ളൂ. റെഡി, 1 2 3 മ്യൂസിക്. പെങ്ങടെ നമ്മൾ വിളമ്പി കഴിഞ്ഞാലോ? ഓക്കെ, പാറ്റ. ഓക്കെ, പിന്നോട്ടുണ്ടോ? ഓക്കെ, അവനെ കൊല്ല്, നമ്മുടെ പെങ്ങൾ ശത്രുവാണ്. കൊന്ന്. ബസ് 1 2 3. പെണ്ണ് മാറി. കറങ്ങ്, ഇടത്തോട്ട് വലത്തോട്ട് ഇടത്തോട്ട് അമർന്നിരിക്കുക, കറങ്ങ്. ഓക്കെ, കളിച്ചോ. അടുത്ത പെൺകുട്ടി. ഓക്കെ, സിമ്പിൾ. ഇതൊക്കെ എന്ത്? കേരളം, നീരെടുക്കാം ജീവിത വിസ്മയങ്ങൾ.